ഹായ് ചങ്സ്, വെൽക്കം ടു അവർ ചാനൽ RD വ്ളോഗ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് എറണാകുളത്തിൽ നിന്ന് ഗുരുവായൂർ വരെ ട്രെയിൻ മാർഗം പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ്. മാത്രമല്ല ഗുരുവായൂർ അമ്പലത്തിലെ ദർശനത്തിൻ്റെ ചില രീതികളും കൂടി പരിചയപ്പെടുത്താനാണ്. ഞാൻ കയറിയത് എടപ്പള്ളിയിൽ നിന്നാണ്. എടപ്പള്ളിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഞാൻ ട്രെയിൻ മാർഗ്ഗമാണ് പോയത്. ടിക്കറ്റ് വരുന്ന ഒരാൾക്ക് 25 രൂപയാണ്. ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ്. അതായത് എറണാകുളം സൗത്തിൽ നിന്ന് 6:10 ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് തിരക്ക് വളരെ പൊതുവെ കുറവായിരിക്കും. അടുത്ത സ്റ്റേഷൻ വരുന്നത് എറണാകുളം നോർത്താണ്, അതായത് എറണാകുളം ടൗൺ. ഇവിടെ 6:18 ഈ ട്രെയിൻ എറണാകുളം ടൗണിൽ എത്തിച്ചേരും, അതായത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. അവിടെയും ആളുകൾ വളരെ കുറവായിരുന്നു. അടുത്ത സ്റ്റോപ്പ് വരുന്നത് എടപ്പള്ളിയാണ്. 6:28 ഈ ട്രെയിൻ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഇത് പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് കളമശ്ശേരിയാണ്. ഇവിടുന്ന് ആളുകൾ വളരെ കുറവായിരുന്നു. ബോഗിയെല്ലാം വേക്കൻ്റ് ആയിരുന്നു. 6:37 കളമശ്ശേരി എത്തുന്നു. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലുവയാണ്. 6:45 ആലുവ എത്തും. ഇവിടെ നിന്ന് അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങി. അടുത്ത സ്റ്റേഷൻ വരുന്നത് ചൊവ്വരയാണ്. ഇവിടെ 6:50 സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് അത്യാവശ്യം ആളുകൾ കയറി. അടുത്ത സ്റ്റേഷൻ വരുന്ന 6:59 എത്തും. അങ്കമാലിയാണ്. ഇവിടെയാണ് സർവകലാശാല ഉള്ളത്, കാലടി സർവകലാശാല ഉള്ളത്. ഇവിടെ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. അടുത്ത സ്ഥലം കരുക്കുറ്റിയാണ്. ഇവിടെ 7:04 എത്തിച്ചേർന്നു. അടുത്ത സ്ഥലം കൊരട്ടിയാണ്. ഇവിടെ 7:08 എത്തിച്ചേർന്നു. ഏകദേശം ട്രെയിനിൻ്റെ ബോഗിയെല്ലാം ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സ്ഥലം വരുന്നത് ഡിവൈൻ നഗറാണ്. 7:13 ഡിവൈൻ നഗറിലെത്തി. ഇവിടെ ധ്യാനത്തിനൊക്കെ വളരെ പ്രശസ്തമായ സ്ഥലമാണിത്. അടുത്ത സ്ഥലം വരുന്നത് ചാലക്കുടി, നമ്മുടെ കലാഭവൻ മണി ചേട്ടൻ്റെ സ്ഥലം. 7:17 ചാലക്കുടി എത്തി. ഇവിടുന്ന് അത്യാവശ്യം ആളുകൾ കയറുന്നുണ്ടായിരുന്നു. ഈ ട്രെയിൻ അമ്പലത്തിനല്ലാതെ ജോലിക്കാരും ഒരുപാട് പേര് വരുന്നുണ്ട്. 7:25 ഇരിങ്ങാലക്കുട എത്തി. ഇരിങ്ങാലക്കുട കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് വരുന്നത് നെല്ലായിയാണ്. അത് 7:34 നെല്ലായി എത്തി. ഇവിടെ അത്യാവശ്യം ആളുകൾ കയറുന്നുണ്ടായിരുന്നു. അടുത്ത സ്റ്റോപ്പ് വരുന്നത് പുതുക്കാടാണ്. നമ്മൾ ഏകദേശം തൃശ്ശൂരോട് അടുക്കാറായി. 7:39 പുതുക്കാട് എത്തിച്ചേർന്നു. അടുത്ത സ്റ്റേഷൻ ഒല്ലൂരാണ്. 7:49 ഒല്ലൂർ എത്തിച്ചേർന്നു. ഒല്ലൂരിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് വരുന്നത് തൃശ്ശൂരാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ ആളുകളും ഇറങ്ങി. ട്രെയിൻ കുറേ എല്ലാം ഫ്രീ ആയി. 7:58 ഇത് തൃശ്ശൂരെത്തി. അടുത്ത സ്റ്റോപ്പ് വരുന്നത് പൂങ്കൊന്നാണ്. 8:04 ട്രെയിൻ പൂങ്കൊന്ന് എത്തി. അങ്ങനെ നമ്മൾ അവസാനം ഗുരുവായൂർ എത്തിച്ചേർന്നു. 8:45 ഈ ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിലേക്ക് ഓട്ടോ മാർഗവും പോകാവുന്നതാണ്. 40 രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത്. നമ്മൾ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ പൊതുവേ ഭയങ്കരമായ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. 4 വഴിയിലൂടെ തിരക്കില്ല, ആദ്യം തിരക്ക് നിൽക്കാതെ നമുക്ക് ദർശനം ലഭിക്കുന്നതാണ്. ആദ്യത്തെ വഴി എന്ന് പറയുന്നത് നെയ്വിളക്കാണ്. ഇതിന് ഒരാൾക്ക് 1000 രൂപയും 5 പേർക്ക് 4500 രൂപയുമാണ് ഫീസ് വരുന്നത്. ഈ നെയ്വിളക്ക് ചീട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭഗവതി അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ വഴിയുടെ നേരിട്ട് ദർശനത്തിന് ലഭിക്കുന്നതാവും. കാര്യമായി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അപ്പോൾ ഒരു പ്രസാദ കിറ്റ് കിട്ടും. അതിൽ ചന്ദനം, വെണ്ണ, ഭഗവാനെ ചാലിച്ച പട്ട് തുടങ്ങിയ കുറച്ച് പഴങ്ങൾ എന്നിവയെല്ലാം ഓരോ കിറ്റ് വെച്ച് കിട്ടും. 5 പേരുണ്ടെങ്കിൽ 5 കിറ്റ് ലഭിക്കുന്നതാണ്. അടുത്ത മാർഗം എന്ന് പറയുന്നത് സീനിയർ സിറ്റിസണാണ്. സീനിയർ സിറ്റിസണിന് അവർ ID കാർഡ് കാണിച്ചാൽ വേറെ തന്നെ ക്യൂ ഉണ്ട്. മറ്റേതുമാതിരി വലിയ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ള മാർഗം, മൂന്നാമത്തെ മാർഗം ചോറൂണാണ്. ചോറൂണ സമയത്ത് കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കും ആ ക്യൂ നിൽക്കാതെ പ്രത്യേകം ക്യൂ വഴി ദർശനം ലഭിക്കുന്നതാണ്. പിന്നെയുള്ള വഴി 4ാമത്തെ മാർഗം അവിടുത്തെ സാധാരണക്കാർക്ക്, മീൻസ് ലോക്കൽ പീപ്പിൾസിനാണ്. അവർക്ക് ID വെച്ച് കഴിഞ്ഞാൽ അവർക്കും റണ്ണിങ് ക്യൂ ഉണ്ട്. ആ ക്യൂ കൂടെ മറ്റേ വലിയ ക്യൂ നിൽക്കാതെ തന്നെ ദർശനം ലഭിക്കുന്നതാണ്. ഗുരുവായൂർ ദർശനം കഴിഞ്ഞാൽ മഹാദേവൻ, അതായത് മമ്മിയൂർ മഹാദേവനെയും കൂടി തൊഴണം എന്നാണ് വിശ്വാസം. ഈ അടുത്ത കാലത്ത് മമ്മിയൂർ പോകുന്നവർ ശ്രദ്ധിക്കുക. അവിടെ ക്ഷേത്ര പുനരുദ്ധാരണ വർക്ക് നടക്കുന്ന കാരണം 10 മണിക്ക് ക്ഷേത്രം അടയ്ക്കുന്നതായിരിക്കും. അപ്പോൾ മമ്മിയൂർ മഹാദേവനെ തൊഴണം എന്നുള്ളവർ 10 മണിക്ക് മുമ്പ് എത്താൻ ശ്രമിക്കേണ്ടതാണ്. ട്രെയിൻ മാർഗം വരുന്നതിനിടെ എനിക്ക് നയനമനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. നല്ല പച്ചപ്പ് കാണാൻ പറ്റി, നല്ല ജലാശയങ്ങൾ കാണാൻ പറ്റി, നല്ല നല്ല കാഴ്ചകളായിരുന്നു. ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റി. ഈ ട്രെയിൻ തിരിച്ച് 1:30 ഗുരുവായൂരിൽ നിന്ന് നമുക്ക് എറണാകുളത്തേക്കും ഉണ്ട്. പക്ഷേ തിരിച്ച് നിങ്ങൾ പെട്ടെന്ന് എത്താൻ നോക്കണം. കാരണം 1:30 ആകുമ്പോഴേക്കും ട്രെയിൻ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളാവും. കാരണം ഈ മാർഗ്ഗം ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാരണം നമുക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. പിന്നെ ഗുരുവായൂർ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ആനക്കോട്ടയുണ്ട്. പിന്നെ ഗുരുവായൂർ നമുക്ക് അന്നദാനമുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.